2026 ഇനിയെങ്കിലും ഈ ഒരു 5 നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചേക്കാം. പല സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. വെറുതെ പറയുന്നതല്ല, വീഡിയോ സേവ് ചെയ്ത് വെച്ചേക്കാം, ഒന്ന് ഫോളോയും ചെയ്ത് വെച്ചേക്കാം, പറഞ്ഞുതരാം. ഒന്നാമത്തത് 1930 എന്നുള്ള ഈ ഒരു നമ്പർ സേവ് ചെയ്ത് ഇടുക. നിങ്ങൾക്ക് ഓൺലൈൻ വഴി എന്ത് തട്ടിപ്പ് നടന്നാലും, അതായത് പണമിടപാടുകളാണെങ്കിലും അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്, അതേപോലെ എന്ത് പരാതി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് പരാതിപ്പെടാവുന്നതാണ്. ഇനി രണ്ടാമത്തത് 181 എന്നുള്ള ഈ ഒരു നമ്പർ സേവ് ചെയ്ത് വെച്ചോ. ഇത് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായിട്ടുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ്. നിങ്ങൾ സേഫ് അല്ലാത്ത സാഹചര്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അടിയന്തര സഹായം ആവശ്യമുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. മൂന്നാമത്തത് 1064 എന്നുള്ള ഈ ഒരു നമ്പർ അഴിമതിക്കെതിരെ നിങ്ങൾക്ക് പരാതിപ്പെടാൻ പറ്റുന്ന ഒരു നമ്പറാണ്. എന്തെങ്കിലും കൈക്കൂലി ആവശ്യപ്പെടുക അല്ലെങ്കിൽ അതേപോലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി നാലാമത്തത് യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി 1033 എന്നുള്ള ഈ ഒരു നമ്പർ സേവ് ചെയ്ത് വെച്ചോ. നിങ്ങൾ ഹൈവേ വഴിയൊക്കെ സഞ്ചരിക്കുമ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ട് സഹായം ചോദിക്കാവുന്നതാണ്. ഇനി അവസാനമായിട്ട് 1915 എന്നുള്ള ഈ ഒരു നമ്പർ എല്ലാവരും സേവ് ചെയ്ത് വെച്ചേക്കണം. നിങ്ങൾക്ക് കടകളിൽ നിന്നൊക്കെ ഓരോ മോശപ്പെട്ട അനുഭവം ഉണ്ടാവും. അതായത് അമിത വില വാങ്ങുക അല്ലെങ്കിൽ സാധനമൊക്കെ തരാതിരിക്കുക, ഇങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കൺസ്യൂമർ നമ്പറിൽ വിളിച്ച് പരാതിപ്പെടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 5 നമ്പറും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.